ഭരണകൂടത്തിലെ അഴിമതിക്കെതിരെ റായ്സീന ഹിൽസിലേക്ക് പടനയിച്ച നേതാവാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം അഴിമതി കേസിൽ തന്നെ അഴിക്കുള്ളിലാകുന്നത്. കെജ്രിവാളും അണ്ണാ ഹസാരെയും ഉയർത്തിയ സമരജ്വാലയുടെ പിൻപറ്റി അധികാരത്തിൽ വന്ന മോദി സർക്കാർ തന്നെ കെജ്രിവാളിനെതിരെ വാളങ്ങുന്നു. മദ്യനയക്കേസിൽ മനീഷ് സിസോദിയ അറസ്റ്റിലായപ്പോൾ തന്നെ ഇഡിയുടെ ലക്ഷ്യം കെജ്രിവാളാണ് എന്ന് വ്യക്തമായിരുന്നു. ഒട്ടും തുടുക്കമില്ലാതെ ഇഡി കെജ്രിവാളിന് നേരെ മാർച്ച് ചെയ്തെടുക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ തന്നെയായത് കണക്കുകൂട്ടലില്ലാതെയാകില്ല. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടാൻ ഒറ്റക്കെട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ. അതിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നുപോയവർ പോലുമുണ്ട്. പരാജയം ഭയന്ന് അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി ബിജെപിയെ കുറ്റപ്പെടുത്തുന്നു. तो निश्चित रूप से लोकतंत्र के लिए एजेंसीज का मिसयूज जो है वो शर्मनाक है. ഇന്നിനി രാജ്യം കാണാൻ പോകുന്നത് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കാലത്ത് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങളായിരിക്കും. चुनाव की घोषणा होने के बाद इस प्रकार से दिल्ली के मुख्यमंत्री अरविंद केजरीवाल जी को गिरफ्तार करना सिर्फ एक चीज दिखाता है कि प्रधानमंत्री नरेंद्र मोदी जी अरविंद केजरीवाल जी से डरते हैं. ഡൽഹിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായുള്ള ആദ്യ ടീമിൽ വരെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ സമരശേഷി ഇപ്പോഴും ആ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി രാജ്യ തലസ്ഥാനം സമരമുഖരിതമാകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.